ദിയ ഫാത്തിമയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിയ ഫാത്തിമയുടെ കേസിൽ അന്വേഷണങ്ങൾ തുടക്കത്തിൽ നടന്നപ്പോൾ നമ്മൾക്ക് സംശയം തോന്നിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് സംഭവങ്ങളെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഡോഗ് സ്ക്വാഡ് ദിയ ഫാത്തിമയുടെ വീട്ടിൽ വന്ന് അന്വേഷണം നടത്തിയപ്പോൾ ആ നായ വീടിൻ്റെ പിറകുവശത്തേക്ക് ഓടിപ്പോയത് അത് തന്നെ ഒരു സംശയമായിരുന്നു. അപ്പോൾ ഇതുമായി സാമ്യതയുള്ള ഒരു രണ്ട് കേസുകൾ ഉദാഹരണമായിട്ട് മുംബൈ പോലീസുമായി ബന്ധപ്പെട്ട് തെളിയിക്കപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ ഞാൻ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത്. ഒന്നാമത്തെ സംഭവം വന്നിട്ട്, മുംബൈയിൽ ഒരു 6 വയസ്സുകാരനെ അവൻ്റെ മാതാപിതാക്കളോടൊപ്പം ചേർക്കാൻ സഹായിച്ചത് പരിശീലനം ലഭിച്ച പോലീസ് സ്നിഫർ നായായ ലിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ദിയ ഫാത്തിമയുടെ കേസിലും സ്നിഫർ നായയുടെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു. അതായത് നായ്ക്കൾക്ക് എപ്പോഴും നമ്മുടെ ഗന്ധം എടുക്കുവാൻ കഴിയും. അപ്പോൾ മുംബൈയിൽ സംഭവിച്ചത് നവംബർ 23-ന് മുംബൈയുടെ പ്രാന്തപ്രദേശമായ പവായിലെ അശോക് നഗർ ചേരിയിലെ തൻ്റെ കുടിലിന് സമീപം സുഹൃത്തുക്കളോടൊപ്പം കളിക്കുന്നതിനിടെ കുട്ടിയെ കാണാതാവുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി തന്നെ രക്ഷിതാക്കൾ സഹായത്തിനായി പോലീസിനെ സമീപിച്ചിട്ട് 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ 6 വയസ്സുകാരനെ മാതാപിതാക്കളോടൊപ്പം ചേർക്കാൻ സഹായിച്ചത് പരിശീലനം ലഭിച്ച പോലീസ് സ്നിഫർ നായായ ലിയോ ആണ്. കുട്ടിയെ കണ്ടെത്താൻ ചുമതലപ്പെടുത്തിയ സ്നിഫർ ഡോഗ് സേവനത്തിൽ അമർത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാനായിട്ട് നായ്ക്ക് സാധിച്ചു. അപ്പോൾ ആദ്യം കുഞ്ഞിനെ കാണാതായതിനു ശേഷം ഏറെ നേരം കഴിഞ്ഞിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ ആശങ്ക പ്രകടിപ്പിക്കുകയും തിരച്ചിൽ നടത്തുകയും ചെയ്തെങ്കിലും കണ്ടെത്താനാകാത്തതിനാൽ പോലീസിൽ പോകുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതായി. ചേരി പ്രദേശത്ത് ക്ലോസ്ഡ് സർക്യൂട്ട് ടെലിവിഷനായ CCTV ഇല്ലാത്തതിനാൽ മുംബൈ പോലീസിൻ്റെ നന്നായി പരിശീലനം ലഭിച്ച ഡോഗ് സ്ക്വാഡിനെ പോലീസ് ഉപയോഗിച്ചു. ഓപ്പറേഷൻ്റെ ഭാഗമായി സ്നിഫർ ഡോഗ് ലിയോയോട് കുട്ടിയുടെ ടീഷർട്ടിൻ്റെ ഗന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ കണ്ടെത്താനായിട്ട് ആവശ്യപ്പെട്ടു. പോലീസ് ലിയോയെ ഉടനെ കുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അംബേദ്കർ ഉദ്യാനത്തിലെ അശോക് ടവർ പ്രദേശത്തു നിന്നും ആ കുഞ്ഞിനെ കണ്ടെത്തുകയും ചെയ്തു. നായ്ക്കൾക്ക് നിലവിലുള്ളതും പഴയതുമായിട്ടുള്ള ഗന്ധങ്ങൾ തമ്മിൽ വേർതിരിച്ചെടുക്കുവാൻ കഴിയും. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം. കൂടാതെ തന്നെ പല തരത്തിലുള്ള അവസ്ഥകളിൽ വ്യത്യസ്ത ഗന്ധങ്ങൾ കണ്ടെത്തുവാനും നായ്ക്കൾക്ക്, പ്രത്യേകിച്ചും പരിശീലനം ലഭിച്ച സ്നിഫർ നായ്ക്കൾക്ക് സാധിക്കും. ഗന്ധം അദൃശ്യമായതിനാൽ ഒരു സാധാരണ മനുഷ്യന് എപ്പോഴെങ്കിലും കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനും കണ്ടെത്തുവാനും ഈ പരിശീലനം ലഭിച്ച നായ്ക്കൾക്ക് സാധിക്കും. അപ്പോൾ നായ്ക്കൾക്ക് നമ്മുടെ ഗന്ധം എടുക്കാൻ കഴിയും, ഗന്ധങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാനും. അതിനാൽ മറ്റുള്ളവർ ഉള്ളപ്പോൾ തന്നെ അവയ്ക്ക് ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും. അവർക്ക് ഇതിനെ ഒരു സുഗന്ധ പ്രിൻ്റ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പലരും, വിദേശത്തുള്ളവരും ഒരുപാട് പേരും പല കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുമ്പോഴേക്കും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്താണെന്നുള്ളത് എപ്പോഴും എന്നോട് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും വിദേശ രാജ്യത്തുള്ള കുറേ ഫ്രണ്ട്സും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ധാരാളം പേര് വളരെയധികം ആകുലതയോടെയും ആശങ്കയോടെയും ദിയ ഫാത്തിമയുടെ കാര്യങ്ങൾ, അതോടനുബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ എപ്പോഴും തിരക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രീയമായിട്ടുള്ള വശം എന്താണെന്നുള്ളത് ചുരുക്കത്തിൽ ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് സമൂഹത്തിന്, മനുഷ്യ സമൂഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ആണെന്ന് തന്നെ പറയാം ഈ സ്നിഫർ ഡോഗ്. അപ്പോൾ ആ ഒരു കേസിൽ ഈ ഡോഗിൻ്റെ സഹായത്തോടെ തന്നെ, കാരണം ഏതാണ്ട് 100% കേസുകളിൽ തന്നെയും ഈ സ്നിഫർ ഡോഗ്സിൻ്റെ കണക്ക് കൂട്ടലുകൾ അങ്ങനെ തെറ്റാറായി കണ്ടിട്ടില്ല. അവർ വളരെ കൃത്യമായിട്ട് തന്നെ ആ ഗന്ധം ഉപയോഗിച്ചിട്ട് കുറ്റവാളിയെ കണ്ടെത്താനായിട്ട് സഹായിക്കാൻ പ്രത്യേക കഴിവുള്ളവരാണ് ഈ സ്നിഫർ ഡോഗ്സ്. വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, മുംബൈയിൽ BN നഗറിലുള്ള ഒരു കേസും അതും ദിയ ഫാത്തിമയുടെ കേസുമായിട്ട് കുറെ സാമ്യതകളുണ്ട്. DN നഗർ പോലീസ് സ്റ്റേഷനിലെ ASI ആയിരുന്ന രാജേന്ദ്ര ദോണ്ടു ഭോസ്ലേക്ക് വർഷങ്ങൾ നീണ്ട തന്റെ അന്വേഷണത്തിന് ഫലം കണ്ടതിന്റെ സന്തോഷമാണിപ്പോൾ. വർഷങ്ങൾക്ക് മുൻപ് കാണാതായ പെൺകുട്ടിയെ സ്വന്തം വീടിന് 500 മീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയത് ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ ഒരു ആനന്ദകരമായ നിമിഷമായിരുന്നു. മുംബൈയിൽ കാണാതെ പോയ 166 പെൺകുട്ടികളുടെ കേസ് അന്വേഷിച്ച സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു രാജേന്ദ്ര ദോണ്ടു ഭോസ്ലെ. അദ്ദേഹം അന്വേഷിച്ച കേസുകളിൽ ഏറെ പ്രസിദ്ധമായ ഒരു കേസുണ്ടായിരുന്നു, ഗേൾ നമ്പർ 166 മിസ്സിംഗ് കേസ്.
2008-നും 2015-നും ഇടയിൽ 166 പെൺകുട്ടികളെ കാണാതായ കേസുകളാണ് അദ്ദേഹം അന്വേഷിച്ചത്. അതിൽ 165 പെൺകുട്ടികളെയും അദ്ദേഹം കണ്ടെത്തി. സമർത്ഥനായ ഉദ്യോഗസ്ഥന്റെ അതിസമർത്ഥമായ കേസ് അന്വേഷണത്തിൽ എല്ലാ പെൺകുട്ടികളെയും കണ്ടെത്തിയെങ്കിലും ഒരാളെ മാത്രം കണ്ടെത്താനായില്ല. 2015-ൽ സർവീസിൽ നിന്ന് വിരമിച്ച രാജേന്ദ്ര ദോണ്ടു ഗേൾ നമ്പർ 166 എന്നറിയപ്പെട്ട ആ പെൺകുട്ടിക്കായുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. സിനിമയെ പോലും വെല്ലുന്ന ഒരു അന്വേഷണ കഥയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്റേത്. നീണ്ട വർഷത്തെ നിർത്താത്ത ശ്രമങ്ങൾക്ക് ശേഷം മുംബൈ അന്ധേരിയിൽ തന്റെ വീടിന് 500 മീറ്റർ മാത്രം അകലെ നിന്ന് ആ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന വാർത്തയാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. സ്വന്തം വീടിന് 500 മീറ്റർ അകലെയായിരുന്നു ആ പെൺകുട്ടി കഴിഞ്ഞിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 50-കാരനായ ജോസഫ് ഡിസൂസയെയും ഭാര്യ സോണിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വിഷമത്തിലായിരുന്നു ഇവർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. 2013-ൽ സ്കൂളിൽ പോയി തിരിച്ചു വരും വഴിയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. കുട്ടിയെ കാണാതായതോടെ വലിയ അന്വേഷണം തന്നെ നടന്നു. ഇതോടെ പ്രതികൾ കുട്ടിയെ കർണാടകയിലെ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി. 2016-ൽ പ്രതികൾക്ക് കുഞ്ഞു പിറന്നതോടെയാണ് ഇവരുടെ മട്ടുമാറിയത്. അതിനുശേഷം പെൺകുട്ടിയെ ഉപദ്രവിക്കാനും ചീത്ത പറയാനും ആരംഭിച്ചു. പിന്നീട് പെൺകുട്ടിയെ ജോലിക്കയച്ചും പണിയെടുപ്പിച്ചും ഇവർ കഷ്ടപ്പെടുത്തി. പ്രതികൾ തന്റെ മാതാപിതാക്കളല്ല എന്ന് മനസ്സിലായെങ്കിലും രക്ഷപ്പെടാനാവാത്ത സ്ഥിതിയായിരുന്നു കുട്ടിക്ക്. അവസാനം പെൺകുട്ടി ജോലി ചെയ്യുന്ന വീട്ടിലെ മറ്റൊരു വേലക്കാരിയായ സ്ത്രീയാണ് സഹായവുമായി എത്തിയത്. കുട്ടി തന്റെ കഥ വെളിപ്പെടുത്തിയതോടെ സ്ത്രീ ഗൂഗിളിൽ 2013-ൽ കാണാതായ പെൺകുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരിഞ്ഞു. തന്റെ പഴയ ചിത്രം കണ്ടതോടെ പല കാര്യങ്ങളും ഓർമ്മ വന്ന കുട്ടിക്ക് തന്റെ വീട് സമീപത്ത് എവിടെയോ ആണെന്നുള്ളത് മനസ്സിലായി. പിന്നീടാണ് ഇവർ കുട്ടിക്കായി നിരന്തരം തിരിഞ്ഞിരുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കുന്നത്. ഒടുവിൽ വീഡിയോ കോളിലൂടെ കാണാതായ പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ ഭോസെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, ബാലവേല, മനുഷ്യക്കടത്ത്, തടവിൽ വെക്കൽ തുടങ്ങി നിരവധി വകുപ്പുകൾ ചേർത്ത് പോലീസ് ഡിസൂസയ്ക്കും ഭാര്യ സോണിക്കുമെതിരെ കേസെടുത്തു. രാജേന്ദ്ര ഭോസ്ലെ എന്ന പേരുള്ള അതിമിടുക്കനായ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു ഈ ഒരു കുഞ്ഞിനെ കാണാതായതിൻ്റെ കേസിൻ്റെ അന്വേഷണ ചുമതല. 2008 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം 166ഓളം ദിയ ഫാത്തിമ പോലെയുള്ള കാണാതായ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച അതിസമർത്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇതുപോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള കേസുകളുടെ ചുമതല ഏറ്റാൽ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തന്നെ അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് കേസുകൾക്കും എന്താണ് സാമ്യത ദിയ ഫാത്തിമയുടെ കേസുമായിട്ട്? അതായത് ഇങ്ങനെ ഒരു കേസ് വഴി ദിയ ഫാത്തിമയുടെ കേസ് താരതമ്യം ചെയ്ത് നമ്മൾ വിശകലനം ചെയ്താൽ നമ്മൾക്ക് ദിയ ഫാത്തിമ മോളെ എത്രയും വേഗം കണ്ടുപിടിക്കാനുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്കുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടുമ്പോൾ അത് ആ മോളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിൽ പെട്ടെന്ന് അത് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ബി നഗർ എന്നൊരു സ്ഥലത്തിലായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം ഏറ്റെടുത്ത 165 കേസുകളും തെളിയിക്കപ്പെട്ടു. 166ാമത്തെ മോളുടെ കേസ് മാത്രം ബാക്കിയായിരുന്നു. അദ്ദേഹം റിട്ടയർ ആകുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ കേസ് കണ്ടുപിടിക്കാൻ അദ്ദേഹം പ്രത്യേക താല്പര്യം തന്നെ എടുത്തിരുന്നു. അതുകൊണ്ട് അതിശക്തമായി തന്നെ അദ്ദേഹം അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും അന്ന് ദിയ ഫാത്തിമയും കേസ് അന്വേഷണം നടത്തിയപ്പോൾ ആ മോളുടെ അന്വേഷണം വന്നിട്ട് ഒരു തോട് കേന്ദ്രീകരിച്ചായിരുന്നു മുഴുവനും അന്വേഷണവും അന്ന് നടത്തിയിരുന്നത്. ഡോഗ് സ്ക്വാഡും അന്ന് അതിൻ്റെ സഹായവും അന്ന് ഉപയോഗിച്ചിരുന്നു. അത് വീടിൻ്റെ പുറകുവശത്ത് ഏതാണ്ട് 500 മീറ്റർ ദൂരം വരെ പോയിരുന്നു നായ. അതുമായും സാമ്യതയുണ്ട് ഈ പറഞ്ഞ കേസിനും. അതായത് ഈ പോലീസ് ഓഫീസർ രാജേന്ദ്ര ഭോസ്ലെ സംബന്ധിച്ചിടത്തോളം മുംബൈയിലെ കേസുമായി മുന്നോട്ട് ശക്തമായി അന്വേഷണം നടത്തുമ്പോൾ തന്നെ അതിനു മുമ്പ് 165 കേസും തെളിയിച്ചതിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിട്ട് ഉണ്ടായിരുന്നു. ഇത്രയും സത്യസന്ധമായി അന്വേഷിക്കുന്ന ജോലിയിൽ അത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ ഏതൊരു കേസും തെളിയിക്കാനായിട്ട് നിഷ്പ്രയാസം സാധിക്കും. അപ്പോൾ എന്തായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത്? അതായത് 166 നമ്പർ കേസ് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ആ കുട്ടിയുടെ വീടുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെ ദൂരെയൊന്നും പോകാതെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോയി വെറും 500 മീറ്റർ മാത്രം ദൂരത്തിൽ ഈ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്നും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഈ മോളെ തട്ടിക്കൊണ്ട് പോയതാണെന്നും അദ്ദേഹത്തിന് തെളിവുകൾ ലഭിക്കുകയുണ്ടായി. വീടുമായി ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൽ അവിടെ അയൽവാസികളായ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദമ്പതികളാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ള വ്യക്തമായ തെളിവുകളും ഇതിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം ആ കുഞ്ഞിനെ കണ്ടെത്തുക തന്നെ ചെയ്തു. DNA ടെസ്റ്റൊക്കെ നടത്തിയപ്പോഴേക്കും ആ മോളുടെ മാതാപിതാക്കളുടെ DNA-യുമായി ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നതായി തെളിയിക്കാനും അങ്ങനെ അതിവിദഗ്ധമായി ഈ കേസിന് ഒരു തുമ്മുണ്ടാക്കാനും ആ കുഞ്ഞിനെ വീണ്ടെടുത്ത് അതിനെ മാതാപിതാക്കളെ ഏൽപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു.
സ്കൂളിൽ നിന്നും ഐസ്ക്രീം വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് കുട്ടിയെ ഈ ദമ്പതികൾ തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. ഈ കുഞ്ഞിനെ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ റിട്ടയർഡ് ജീവിതത്തിലെ ഏറ്റവും ഒരു വലിയ ആനന്ദകരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. അദ്ദേഹം ഈ അന്വേഷണം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പേര് അദ്ദേഹത്തിന് സമ്പാദിച്ചു കൊടുക്കുകയും അന്വേഷണം വഴി അദ്ദേഹം വളരെ ഒരു അതിവിദഗ്ധമായിട്ട് തന്നെ ആ കുഞ്ഞിനെ കണ്ടെത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ദിയാമോളുടെ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിനും ഇതുപോലെ തന്നെ അവർക്കും ആ കേസ് വന്നിട്ട് എത്രയും പെട്ടെന്ന് തെളിയിക്കാനായിട്ടും അതിനൊരു തുമ്പ് ഉണ്ടാക്കാനും ആ കുഞ്ഞിനെ വീണ്ടെടുത്തിട്ട് ആ കുഞ്ഞിന്, അതായത് നമ്മൾക്കൊക്കെ സാധാരണ ഒരു ദിവസം പോലും നമ്മുടെ കുഞ്ഞിനെ കാണാതിരിക്കുമ്പോഴുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ വർഷക്കണക്കായി ഈ ഉമ്മ മകളെ കാണാതെ ഇരിക്കുകയും ആ മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് യാതൊരു അറിവുമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ആർക്കായാലും അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര മനസ്സിനെ കുത്തി നോവിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ അമ്മ ഓരോ ദിവസവും എന്നും കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്നിരുന്നാലും ദിയ ഫാത്തിമയുടെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരും ഇതുപോലെ തന്നെ കൃത്യമായി തന്നെ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടെന്ന് നമ്മൾക്ക് ആശ്വസിക്കാം. അതുപോലെ തന്നെ ആ മോളെ എത്രയും വേഗം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ജുനൈദിനെ പോലെ ദൈവം ഈ മാതാപിതാക്കൾക്കായിട്ട് അയച്ചു കൊടുത്ത നല്ല സഹോദരനെ, വളരെ ആത്മാർത്ഥതയുള്ള ഒരു സഹോദരനെ തന്നെ ഈ കേസിന് സഹായിക്കാനായിട്ട് മാതാപിതാക്കളെ, ദിയ ഫാത്തിമയുടെ മാതാപിതാക്കളെ സഹായിക്കാനായിട്ട് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത ആ സഹോദരൻ വിചാരിച്ച് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് തന്നെ ആ കുഞ്ഞിനെ വീണ്ടെടുത്തിട്ട് ആ മാതാപിതാക്കളെ ഏൽപ്പിക്കാനായിട്ട് പെട്ടെന്ന് കഴിയട്ടെ എന്ന് എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ ദുആ ചെയ്യുക. ഒത്തൊരുമയോടുള്ള പ്രാർത്ഥനയ്ക്കുള്ള ശക്തി വളരെ വലുതാണ്. അതുപോലെ തന്നെ ഈ കേസുകളൊക്കെ ഇതുപോലെ തന്നെ ഒരുപാട് മിസ്സിംഗ് കേസസ്, വേറെയും പല കുഞ്ഞുങ്ങളുടെയും മിസ്സിംഗ് കേസസ് ധാരാളമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുടെ പുറത്തൊരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കുക. പല സന്ദർഭങ്ങളിലും കൺമുൻപിൽ നിൽക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് ആയതായിട്ടാണ് പലപ്പോഴും അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾക്ക് ചുറ്റും നടക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, അവർക്ക് എന്തൊക്കെ നേരിടേണ്ടി വരുന്നു, അവർക്കൊന്നും പ്രതികരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള വേറെ പല കുഞ്ഞുങ്ങളും ഇതുപോലെയുള്ള തട്ടിപ്പിനൊക്കെ ഇരയാകുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാതെ അവരെ നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് സേഫായിട്ട് തന്നെ അവരെ വളർത്തി വലുതാക്കി ആ ഒരു പ്രശ്നങ്ങളിലൊന്നും അവർ പോയി കുരുങ്ങാതെ അതിന് വേണ്ടവണ്ണം എല്ലാവരും, എല്ലാ മാതാപിതാക്കളും ഇപ്പോൾ പറഞ്ഞ പോലെ ഈ CCTV ഉൾപ്പെടെയുള്ള, കാരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പല പല കാര്യങ്ങളും അതിനോട് ചേർന്ന് കിടക്കുന്ന കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ എല്ലാവരും, സമൂഹത്തിലെ എല്ലാവർക്കും ഇതിൽ നിന്ന് അവർക്കൊക്കെ ഓരോ അനുഭവങ്ങളാണ്. അതൊക്കെ കണ്ട് നമ്മളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് വേണ്ട നടപടികൾ എടുത്തിട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോവുക. ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് അതൊക്കെ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എത്രയും വേഗം അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ മോളെ തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.